എനിക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രോബ്ലം എൻ്റേതായി ഏറ്റെടുക്കുകയും ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുകയും എങ്ങനെയാണ് അവിടെ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ കൾച്ചർ, അവിടെ സെയിൽസ് മാൻ എങ്ങനെ അവരോട് ബിഹേവിയർ ചെയ്യുന്നു, അവിടെ അവരെ കൂടെ നിന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഇനി ഇറങ്ങുക തന്നെ, മിഡിൽ ക്ലാസ് ഇറങ്ങിയേ പറ്റൂ. എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മളിറങ്ങി നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുക്കുക, ഓബ്വിയസ്ലി അവർക്ക് ആ റെസ്പെക്റ്റ് വരും, അവർ നമ്മളനുസരിക്കും, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യും, കാരണം നമ്മൾ ഓണർ മൈൻഡ് സെറ്റാണ്. അതെ എന്ന് പറഞ്ഞ് അവനൊരിക്കലും എൻ്റെ രീതിയിലോട്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷണലി എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്യുന്നതിന് പകരം, നേരത്തെ പറഞ്ഞല്ലോ 2 ഓപ്പറേഷൻസ് ആണ്, ഗൈഡ് ചെയ്യുന്നതിന് പകരം നമ്മളെടുത്ത് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ചെയ്യാനേ നേരെ ഉണ്ടാവുള്ളൂ. എഗെയിൻ 8 or 10 ഷോറൂംസ് ഇപ്പം നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എത്ര ഷോറൂമിലോട്ട് ഓടും? ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോലും ഷോറൂമിലെത്താൻ. അപ്പോൾ അവിടെ ആളുകളെ വെക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി. അപ്പോൾ ആ ഹയറിങ്ങിന് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നല്ല കൺസൾട്ടൻസി ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നല്ല റിക്രൂട്ടറായിട്ട് ടൈപ്പ് ചെയ്തിട്ടും ഒക്കെ നിങ്ങൾക്ക് കൊളാബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം, കൊളാബറേഷൻസ് നടത്താം. പിന്നെ മറ്റു പല രീതികളുണ്ട്. ഇപ്പോൾ ആളുകളെ മറ്റുള്ള കമ്പനീസിൻ്റെ പേറോളിൽ വരെ തരുന്ന കമ്പനീസ് ഉണ്ട്. അപ്പം അവരിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ അവരെ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളത് പിന്നീട് നമ്മളുടെ ടാസ്ക് തന്നെയാണ്. ആ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി നമ്മളെടുത്ത് ചെയ്യുന്നതും അവരെ ചെയ്യിപ്പിക്കുന്നതും തമ്മിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്കത് ചെയ്താൽ മാത്രം പോരാ. ശരിയാണ്, അപ്പുറത്തൊരു സെയിൽ നടക്കുമ്പോൾ ഞാൻ ആ സെയിൽ നടത്തുകയാണെങ്കിൽ എനിക്ക് പൈസ കിട്ടും. പക്ഷേ ഇപ്പുറത്ത് നിങ്ങൾ വലിയൊരു അബദ്ധം ചെയ്യുന്നത്, കാരണം ഇവിടെ റിവ്യൂ ചെയ്യേണ്ട സമയമാണ് അവിടെ സെയിലിലോട്ട് പോകുന്നത്. ഇവിടെ അത് റിവ്യൂ ചെയ്ത് ഇയാളെ ഡയറക്ഷനിലോട്ട് കയറ്റിയാൽ നാളെ അതുപോലൊരു 10 എണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡിവിജ്വൽ എഫിഷ്യൻസിയേക്കാളും എത്രയോ വലുതാണത്. അപ്പോൾ റിവ്യൂ ചെയ്യുക, ഇത്തരത്തിലുള്ള ആളുകളെ ഹയർ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് അവരെ ട്രെയിൻ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, അവരുടെ ഡിഫൈൻഡ് ടാർഗറ്റ്. അതായത് ഇപ്പോൾ ഒരാൾ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കണം. നിങ്ങളുടെ ജോബ് എന്താണ് ഇവിടെ, നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക, എന്താണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ റിവാർഡ്സ് തരാൻ പോകുന്നത്, ആ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളിങ്ങനെ റിവാർഡ്സ്, നിങ്ങൾക്ക് ഇത്രയും കാലം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ്, നിങ്ങളുടെ കരിയറിൽ എന്താണ് നിങ്ങൾ എത്താൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്, ക്ലാരിറ്റി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, വലിയ ലക്ഷ്യങ്ങളല്ല പറയുന്നത്, കൊച്ചു കൊച്ചു അവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ അവരുടെ ലക്ഷ്യങ്ങളാക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയി. അതെ, പലപ്പോഴും ഇത് നടക്കുന്നില്ല. ഈ ലക്ഷ്യത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ ആയിരിക്കും. നമ്മൾ അയാളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുക എന്നതിനേക്കാൾ ഉപരി ആ ഒരു കേപ്പബിൾ പേഴ്സൺ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു ജോലിയിൽ അയാൾ എക്സ്പേർട്ട് ആകുമ്പോൾ ബാക്കിയുള്ള എല്ലാം വരും, അയാളിലോട്ട് പിന്നീട് വരും. അയാൾക്ക് ആ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അയാളോട് നീ അത് ചെയ്യ് ഇത് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പോലും ആ ഒരു മെസ്സേജ് അവിടെ കൺവേഡ് ആണ്. നമ്മളത് ചെയ്യും. ഇപ്പം ഇത്രയുള്ള ആളുകളിലും ബെറ്റർ പെർഫോം ചെയ്യുന്ന ആളുകളില്ലേ, അവരിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടോ? ഇല്ല. അവർ വിട്ടുകൊടുക്കാൻ നമുക്ക് മടിയാണ് അല്ലേ, മറ്റു കമ്പനീസിലോട്ട് അവർ പോകുക എന്നുള്ളത് നമ്മളുടെ. അപ്പം അത്തരത്തിൽ ഒരാളുണ്ടെങ്കിൽ അതിനെ 10 ആക്കണം, അത് 10നെ 100 ആക്കുകയാണ് നമ്മൾ വേണ്ടത്. പകരം ഞാൻ ചെയ്താൽ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. പിന്നെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഒരിക്കലും ഞാൻ എടുത്തു കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ ഇവരെടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്സ് ആയിരിക്കും അത്. കാരണം നിങ്ങൾ ചെയ്താൽ ശരിയാവില്ല എന്നല്ല പറയുന്നത്, നിങ്ങളുടെ മറ്റ് 6 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. റിക്രൂട്ട്മെൻറ്റ് HR എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്, ബാക്കി 6 എണ്ണം കൊള്ളാം. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സെയിൽസ് പ്രോസസ് പോലെ തന്നെ. എന്താ അറിയോ, ഞാൻ ശരിക്കും നിങ്ങളിങ്ങനെ റിക്രൂട്ട്മെന്റ് പറയുമ്പോഴേ ഞാൻ ഇവിടെയൊക്കെ ഒരു റിജക്ഷൻ മോഡൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, എൻ്റെ ബിസിനസ് ഒരു മിഡിൽ ക്ലാസ് ബിസിനസ്സാണ്. ഇവിടെ ഇതൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പ്രശ്നം എന്താണ്, ഇപ്പം ഞാൻ എൻ്റെ ടീമിലുള്ള ആളുകൾ കയറി വരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ കയറി വരാത്തൊരു പ്രശ്നം എനിക്കുണ്ട്. കാരണം എനിക്കിപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല വെക്കുന്ന ഒരാൾ നന്നാവണം വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അന്നെങ്കിൽ അവരെ പഠിച്ച് അവരുടെ KPI ഒക്കെ നോക്കിയിട്ട് എനിക്ക് നല്ലൊരാളെ തരൂ. അല്ലെങ്കിൽ HR എന്ന് പറഞ്ഞാണ്ട് ഞാൻ HR ആണെന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരുത്തൻ നമ്മളെ ചെറിയ ഐഡിയ ഞാനിവിടെ വെച്ചിരുന്നു, നമ്മളെ ചെറിയ ഐഡിയ പോലും അവർക്ക് എന്തില്ല, ഇൻ്റർവ്യൂവിലില്ല.
അപ്പം നല്ല ഐഡിയ ഉള്ള ആളുകളെ കൂടെ കൂട്ടിയിട്ടേ കാര്യമുള്ളൂ. പക്ഷേ ഈ മിഡിൽ ക്ലാസ്സിലേക്ക് അങ്ങനത്തെ ഒരാൾ വരില്ല എന്ന് മാത്രമല്ല, വരുന്നില്ല, ഒന്ന് നമുക്ക് കിട്ടുന്നില്ല.